ഹലോ, എല്ലാവർക്കും SWCയുടെ PYQ ഡിസ്കഷൻ സെഷനിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ടോട്ടൽ 9 യൂണിറ്റുകളാണ് CUT MSW എൻട്രൻസ് എക്സാമിന്റെ സിലബസിൽ വരുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ കൺസെപ്റ്റ്സിലെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് PYQസിന്റെയും മോക്ക് ടെസ്റ്റിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പെർഫോമൻസിനെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ കൺസെപ്റ്റുകൾ മാത്രം പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും എന്താണ്, നമുക്ക് വേണ്ട രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതേ സമയത്ത് നമ്മൾ PYQs മാക്സിമം അറ്റൻഡ് ചെയ്ത്, അതേപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്, എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ നമ്മളെ പെർഫോമൻസിന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇമ്പാക്ട് ചെയ്യും. നല്ല പോസിറ്റീവ് ഇമ്പാക്ട് നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാക്സിമം PYQസും മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താണ്, സോഷ്യൽ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ 16 സബ് ടോപ്പിക്കുകൾ എന്താവുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ഫാമിലി, മാരേജ്, നെയ്ബർഹുഡ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, കൾച്ചർ, കാസ്റ്റ്, ക്ലാന്, വാല്യൂസ്, ട്രഡീഷൻ, പ്രാക്ടീസസ്, നോംസ്, ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത്, സോഷ്യലൈസേഷൻ, നീഡ്സ്. അപ്പൊ എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, PYQs ഈ പറയുന്ന സബ് ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, PYQസിലോട്ട് വരുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു PYQs അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാതെ നേരെ ആൻസറിലോട്ട് പോകുന്ന ഒരു സ്വഭാവം എന്തെന്നുണ്ട് നമ്മളുടെ ഇടയിലുണ്ട്. ഇപ്പൊ എന്താണ്, ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കൂല. ചിലപ്പോൾ നമ്മൾ ഒറ്റയടി അങ്ങോട്ട് ഓടിച്ച് വിട്ടിട്ട് പോകും. അപ്പൊ എന്തായിരിക്കും, ആൻസറും അതേപോലെ തന്നെ ആയിരിക്കും. അപ്പം റോങ് ആയിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ നോക്ക് നിങ്ങൾ, ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റൂറൽ കമ്മ്യൂണിറ്റി ആർ. അപ്പം റൂറൽ കമ്മ്യൂണിറ്റിയുടെ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പം ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഏതാണ് അല്ലാത്തത് എന്നുള്ളത് ഒരു നോട്ട് എന്നും കൂടി ഇവിടെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് അമംഗ് ദി ഫോളോവിങ് ആർ നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ നോട്ട് ചില കുട്ടികൾ എന്തായിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും, അവരത് ശ്രദ്ധിക്കാതെ നേരെ ഏതൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പോയിട്ട് നേരെ അങ്ങോട്ട് അത് എടുക്കും, അത് നോക്കും, അത് ചെയ്യും. പക്ഷെ അവിടെ ചോദിച്ചത് ഏതായിരിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസറിലോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ PYQs അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ചിലപ്പം 5 ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്, ഒട്ടുമിക്ക നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ ഇവിടെ. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസർ ഏതെങ്കിലും ഒന്നായിരിക്കും. അത് കൂടാതെ വരുന്ന 3 ഉണ്ടായിരിക്കും അല്ലെ, 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആൻസർ മാത്രം നോക്കി പോവാതെ നമ്മൾ ബാക്കിയുള്ള ആ 3 എന്താണ് ആൻസർ അല്ലാത്ത 3 പോയിന്റ്സ് എന്ത് ചെയ്യുക, നമ്മൾ അതും നോക്കുക, അതും പഠിക്കുക. അപ്പൊ നമ്മളൊരു ഒറ്റ ആൻസർ, ഒറ്റ ക്വസ്റ്റ്യന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലിൽ കൂടുതൽ കണ്ടന്റുകൾ, കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പൊ എന്താണ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നേരെ പോവാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്, ദി ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റൂറൽ കമ്മ്യൂണിറ്റി ആർ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ നമ്മൾ ഈ അടിയിൽ കൊടുത്തിട്ടുള്ള എന്താണ് ഓപ്ഷനിൽ വരുമ്പം, ഡൊമിനൻസ് ഓഫ് എ പ്രൈമറി റിലേഷൻസ്, റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണോ അത്, ഡൊമിനൻസ് ഓഫ് എ പ്രൈമറി റിലേഷൻസ്. നമുക്കറിയാം, ഒരു റൂറൽ കമ്മ്യൂണിറ്റി ആകുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, നല്ല കണക്ഷൻസ് ആയിരിക്കും, നല്ലൊരു ബോണ്ട് ഉണ്ടായിരിക്കും ആളുകളുടെ അല്ലേ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ സഹകരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. അപ്പൊ എന്താണ്, പ്രൈമറി റിലേഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ റൂറൽ കമ്മ്യൂണിറ്റിയിൽ. അപ്പം ഓപ്ഷൻ എ എന്താണ്, ഫ്യൂച്ചർ ആണ്, പ്രത്യേകതയാണ്, റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുക എന്താണ്, ഓപ്ഷൻ ബി നോക്കുക, ഇംപേഴ്സണാലിറ്റി ആൻഡ് അനോണിമിറ്റി. അപ്പം ഇംപേഴ്സണാലിറ്റി ആൻഡ് അനോണിമിറ്റി എന്ന് പറയുന്നത് ഒരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ ആണോ? എന്താണ് ഇംപേഴ്സണാലിറ്റി?
ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു പരിചയവുമില്ല. ജസ്റ്റ് പോവും, എന്താണ് കാണുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കും, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ്, എന്താണ് ഇല്ലേ, അങ്ങനെ ജസ്റ്റ് വിഷ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ അവിടെ ഉള്ളൂ. അതെന്താണ് ഒരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണോ? റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്, ആളുകൾക്കിടയിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും, നല്ലൊരു ബോണ്ട് ഉണ്ടായിരിക്കും അല്ലെ. അത് ഒരു പ്രത്യേകതയല്ല. അപ്പം എന്താണ് ഇംപേഴ്സണാലിറ്റി, അനോണിമിറ്റി എന്ന് പറയുന്നത്. അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമ്മൾ കൂടെ ഉള്ളതെന്നോ നമ്മളെ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ ആരാന്നൊന്നും നമുക്കറിയില്ല, ആ ഒരു അവസ്ഥ അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു എന്താണ് നമ്മളൊരു ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ തൊട്ട് അപ്പുറത്തുള്ള ഫ്ലാറ്റിൽ ആരാണ്, ഏത് ഫാമിലിയാണ്, അവർക്ക് എന്താണ്, അവരെന്താ പരിപാടി എന്നോ അവരോട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് എന്താ അനോണിമിറ്റി എന്ന് പറയാം. അപ്പൊ എന്താണ് ഇംപേഴ്സണാലിറ്റി ആൻഡ് അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ അല്ല. അപ്പൊ എന്തിന്റെ ഫ്യൂച്ചറാണ്? ഇതൊരു അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറാണ്. എന്ത്? ഇംപേഴ്സണാലിറ്റി ആൻഡ് അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ ഇംപേഴ്സണാലിറ്റിയും അനോണിമിറ്റി എന്താന്ന് മനസ്സിലാക്കി, അത് എന്തിന്റെ ഫ്യൂച്ചറാന്ന് മനസ്സിലാക്കി, അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറാന്ന് മനസ്സിലാക്കി. അടുത്ത് നോക്കുക, അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് അല്ലെ. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഒരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ്. അവിടെ എന്തായിരിക്കും, ഒരു കാർഷിക അല്ലെ, കാർഷിക മേഖല, ഒരു കൃഷിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു അർബൻ കമ്മ്യൂണിറ്റിക്ക് നമ്മളൊരു ബാംഗ്ലൂരു, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇതൊരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറാണ്. അപ്പൊ രണ്ടെണ്ണം ഓൾറെഡി നമുക്ക് കിട്ടി. എന്താണ്? ആദ്യത്തേതും ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്താണ് ഇതിന്റെ പ്രത്യേകതയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എയും സിയും ആണ് അല്ലെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എയും സിയും ആണ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് നോക്കുക, അവസാനം കൊടുത്തിട്ടുള്ളത് എന്താണ്? ഡി ആണ്. ഡി എന്താണ്? സോഷ്യൽ ഹെട്രോജിനിറ്റി. സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഒരുപാട് മനുഷ്യന്മാര്, പല ഭാഷകള്, പല എന്താണ് ജോലികൾ ചെയ്യുന്ന, പല സംസ്ഥാനത്തു നിന്നുള്ള, പല ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യന്മാർ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങോട്ട് ജീവിക്കുന്നതിനെയാണ് സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു ഗ്രാമപ്രദേശത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഒരു എന്താണ്, ഒരു അർബൻ കമ്മ്യൂണിറ്റിയിൽ നമുക്കത് കാണാൻ പറ്റും. ബാംഗ്ലൂർ മാനുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറെ മലയാളീസ് ഉണ്ടാവും, തെലുങ്കന്മാര്, കന്നഡക്കാര്, ബംഗാളികൾ, ഗുജറാത്തി, മറാത്തി, അങ്ങനെ പല ഭാഷകൾ, പല ഫുഡുകൾ കഴിക്കുന്ന ആളുകൾ വന്നിട്ട് അല്ലെ ജീവിക്കുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും അവർ ഉണ്ടാവുക. അപ്പൊ ഇത് എന്തിന്റെ ഫ്യൂച്ചറാണ്? ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ എന്താന്ന് മനസ്സിലാക്കി, റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ എന്താന്ന് മനസ്സിലാക്കി അല്ലെ. എന്താണ് ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, അതേപോലെ അനോണിമിറ്റി എന്താന്ന് മനസ്സിലായി. അത് രണ്ടും എന്തിന്റെ ഫ്യൂച്ചറാണ്? അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറാണ്. അതുപോലെ എന്താണ് സോഷ്യൽ ഹെട്രോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കി അല്ലെ. അങ്ങനെ ടോട്ടല് എത്ര പോയിന്റ് നമ്മൾ മനസ്സിലാക്കി? 4 പോയിന്റ്സ് നമ്മൾ എന്തായി ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ അനലൈസ് ചെയ്ത് പോകാൻ നമ്മൾ ശ്രദ്ധിക്കാൻ. 4 എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതുമായി കണക്ട് ചെയ്ത് പോകാൻ പറ്റാവുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതെന്തായിരിക്കും, നമ്മളെ എന്താണ് നോളജ് കൂട്ടും. എക്സാമിൽ നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാകും. അപ്പം എന്താണ് റൂറൽ കമ്മ്യൂണിറ്റി, അർബൻ കമ്മ്യൂണിറ്റി ചോദിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് എന്തായിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അടുത്ത് നോക്കുക, ഇത് ജസ്റ്റ് ഞാൻ ഇതിന്റെ സ്ലൈഡ് കൊടുത്തതാണ്, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. An arrangement of practices and behavior on which members of the society base their daily lives is called. ഈ പറഞ്ഞ ഡെഫിനീഷന് ഈ കൊടുത്തിട്ടുള്ളതിൽ എന്താണ് അർത്ഥമാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. സൊസൈറ്റിയിലെ അംഗം എന്ന നിലയിൽ ആളുകൾ അവരുടെ ബിഹേവിയറിനെയും പ്രാക്ടീസസിനെയും നല്ല രീതിയിൽ ആക്കിലെ അറേഞ്ച്മെന്റ് ചെയ്തു വെക്കുന്നത്. അതായത് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയറിനെയും അതേപോലെ പ്രാക്ടീസസിനെയും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല കുട്ടപ്പന്മാരായിട്ട് സൊസൈറ്റിയിൽ ജീവിക്കുന്നു. അപ്പൊ അതിനെന്താണ് പറയുക? അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതിനെന്താണ് പറയുക? നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യന് മനസ്സിലാക്കിയ ഉടനെ ആൻസറിലോട്ട് പോകാൻ പറ്റും അല്ലെ. എന്താണ്? സോഷ്യൽ ഓർഡർ ആണ് അല്ലെ. സോഷ്യൽ
ഓർഡർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ആളുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ അവരുടെ ബിഹേവിയറും പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ സോഷ്യൽ ഓർഡർ ആണ് സംഭവിക്കുക അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പ്രാക്ടീസസ് എന്ന് മനസ്സിലാക്കണം അല്ലെ. എന്താണ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ എന്താണ്, രാവിലെ എണീക്കുന്ന, ഞാൻ എന്ത് ചെയ്യുന്നു, പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നു, അത് കഴിഞ്ഞ് കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാറിലാണ് പോകുന്നത്, കാറിൽ ഇടതുവശം ചേർന്നിട്ടാണ് പോകുന്നത്, ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കാണുമ്പോൾ ഞാൻ എന്താവുന്നുണ്ട്, നിർത്തുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടീസസ് ആണ്. ഞാൻ ഡെയിലി നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, പ്രാക്ടീസസ് ആണ് അല്ലെ. അപ്പം ഈ പ്രാക്ടീസസ് ഒക്കെ നല്ല രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ആ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, സൊസൈറ്റിയുടെ അംഗം എന്ന നിലയിൽ ആ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ നമ്മൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കുന്നത് ആക്ട് ഓഫ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം അല്ലെ, നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, ഇതിനൊക്കെയാണ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് ആക്കാത്ത രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനുണ്ട് അല്ലെ. നമ്മളെ പ്രാക്ടീസിന് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ, സോഷ്യൽ ഓർഡർ എന്ന് പറയാ. ഈ സോഷ്യൽ ഓർഡർ ഒക്കെ അല്ലെ. അപ്പൊ നമ്മൾ എന്തായി, നമ്മൾ ആൻസർ കിട്ടി. അപ്പൊ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു, എന്താണ് സോഷ്യൽ ഓർഡർ എന്ന് നമ്മൾ മനസ്സിലാക്കി ആളുകൾക്ക് അല്ലെ. അപ്പം ഇത് നോക്കുക, ഓപ്ഷൻ എ നോക്കിയേ, ഓപ്ഷൻ എ. അപ്പൊ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, സൊസൈറ്റി ആളുകളുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ മെയിൻ്റനൻസ്, സോഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ട്. അതായത് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ആളുകളുടെ ബിഹേവിയറിനെ നമ്മളെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കൺട്രോൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് നിർത്തുന്നു അല്ലെ. ലോ ഉണ്ടാവും, റിട്ടൺ ലോ ഉണ്ടാവും, അൺറിട്ടൺ ലോ ഒക്കെ ഉണ്ടാവും, എഴുതി വെക്കപ്പെട്ടതും എഴുതി വെക്കപ്പെടാത്തതുമായിട്ടുള്ള നോംസ് അല്ലെ. അതേപോലെ ലോസ്, ഇതൊക്കെ മുഖേന സൊസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്യാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് സൊസൈറ്റി നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, സോഷ്യൽ ഓർഡർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പൊ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കപ്പെട്ടിട്ടുള്ള കുറെ നിയമങ്ങളും അല്ലെ, അതിലൂടെ കൺട്രോൾ ചെയ്യുന്നതിനാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയാ. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇതൊക്കെ താളം തെറ്റിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് എന്താണ്, രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തന്നെ മൂക്കടിച്ചു പൊട്ടിക്കുന്നു, വരുന്ന വഴിക്ക് എന്താണ്, അപ്പുറത്തെ വീട്ടിലെ ജനലിന് ക്ലാസ് എന്താണ് അല്ലെ, ജനലിന് കല്ലെടുത്തെറിയുന്നു, ഇങ്ങനെ ഒരു മൊത്തം ഒരു എന്താ പറയുക ഡീവിയൻസ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, സോഷ്യൽ ഓർഡർ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, വരുന്ന വഴിക്ക് എന്തെല്ലാം ട്രാഫിക് റൂളൊക്കെ പാലിച്ച് അല്ലെ, സോഷ്യൽ കൺട്രോൾ കേട്ടോ, സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പാലിച്ച് നല്ല രീതിയിൽ വരാനാണ് നമ്മളൊരു സോഷ്യൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കി എടുത്തത്. അപ്പൊ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് മനസ്സിലാക്കി അല്ലെ, സോഷ്യൽ കൺട്രോളും സോഷ്യൽ ഓർഡറും മനസ്സിലാക്കി. അടുത്തതാണ് സോഷ്യൽ പോളിസി. സോഷ്യൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഹെൽത്ത് ഒരു വിഷയമാണ്. ചില സ്ഥലങ്ങളിൽ എന്താണ്, മാൽന്യൂട്രീഷൻസ് കിട്ടാത്തത്, സ്ത്രീകൾക്ക് മാൽന്യൂട്രീഷൻസ് കിട്ടാത്തത്, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഗവൺമെന്റ്, എന്ത് ഫോർമുലേറ്റ് ചെയ്യാണ്, സം കൈൻഡ് ഓഫ് ആക്ഷൻസ് ത്രൂ പ്രിൻസിപ്പിൾസ്. എന്താണ്, ഗവൺമെന്റ് ആക്ഷൻസ് ത്രൂ പ്രിൻസിപ്പിൾസിലൂടെ എന്താണ് മേക്ക് ചെയ്യുക, അതാണ് പോളിസീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം എന്താണ്, നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് പോളിസീസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ പോളിസീസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ലോസ് ആൻഡ് ഒരു ലീഗൽ കൺസെപ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും. എന്താണ് അടുത്ത് നോക്കുക, സോഷ്യൽ ലെജിസ്ലേഷൻ. സോഷ്യൽ ലെജിസ്ലേഷനും അതുപോലെ തന്നെയാണ് അല്ലെ. എന്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ വരിക, സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ ലെജിസ്ലേഷൻ വരിക. സോഷ്യൽ ജസ്റ്റിസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്ത് വരിക, സോഷ്യൽ ലെജിസ്ലേഷൻ വരിക. സൊസൈറ്റിയിൽ എന്തില്ല, സാമൂഹിക നീതിയില്ല, ആളുകൾക്ക് എന്താണ് പ്രശ്നങ്ങളാണ്, അങ്ങനെ ആയിരുന്ന സമയത്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ വരിക. ഇപ്പൊ എന്താണ്, നമ്മുടെ ദൗരി പ്രൊഹിബിഷൻ ആക്ട്, അൺടച്ചബിലിറ്റി അല്ലെ, ഇതൊക്കെ എന്തിനെതിരെ വരുന്നതാണ്, ഒരു സാമൂഹിക നീതി നിലനിൽക്കാത്ത സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ മനസ്സിലാക്കി, 4 പോയിന്റുകൾ വീണ്ടും മനസ്സിലാക്കി അല്ലെ. അപ്പൊ 1, 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ നമ്മൾ 8 പോയിന്റ്സ്, 8 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് സോഷ്യൽ കൺട്രോൾ മനസ്സിലാക്കി, സോഷ്യൽ പോളിസി, സോഷ്യൽ ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഓർഡർ എന്താന്ന് മനസ്സിലാക്കി. അടുത്തത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ് അസേഷൻ ആൻഡ് റീസണിങ് ആണ് അല്ലെ.
എന്താണ് ഓപ്ഷൻ എയെ കൊടുത്തത് കറക്റ്റ് ആണോ, അതിന് കറക്റ്റ് ആൻസർ ആണോ താഴത്ത് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക. സോഷ്യൽ എന്താണ് അസേഷൻ നോക്കുക നിങ്ങൾ. സോഷ്യൽ ഇനിക്വാലിറ്റി ഡിനോട്ട്സ് സം പീപ്പിൾ ഹാവിംഗ് ഗ്രേറ്റർ അല്ലെ ഷെയർ ഓഫ് എന്താണ് സോഷ്യൽ റിസോഴ്സസ് സച്ച് ആസ് എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. കറക്റ്റ് ആണ്. സോഷ്യൽ ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആളുകൾക്ക് സമൂഹത്തിന്റെ ഏതൊക്കെ മേഖലയിൽ എക്കണോമിക്, കൾച്ചറൽ, സോഷ്യൽ ക്യാപിറ്റൽ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കൂട്ടം ആളുകൾക്ക് പൂർണ്ണ ആധിപത്യം. അവർക്ക് എന്താണ്, അവരാണ് റിസോഴ്സുകളെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികം എന്തായിട്ടില്ല, അവിടെ ഉണ്ടാക്കിയ ബാക്കിയുള്ളവർക്ക് റിസോഴ്സുകൾ കിട്ടൂല അല്ലെ, ബാക്കിയുള്ളവർക്ക്. അപ്പൊ ഒരു ഇനിക്വാലിറ്റി ആണ്, സോഷ്യൽ ഇനിക്വാലിറ്റി ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ്, അത് കറക്റ്റ് ആണ് അല്ലെ. എന്താണ് സോഷ്യൽ ഇനിക്വാലിറ്റിക്ക് കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞ കാര്യം. അപ്പൊ എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ്. അടുത്തത് നോക്കുക എന്താണ് റീസൺ നോക്കുക, എന്താണ് റീസണും കൂടി കറക്റ്റ് ആണ് നോക്കുക. എ ദളിത് ഈസ് ലൈക്ലി ടു ബി എ വിക്ടിം ഓഫ് സ്ട്രക്ചറൽ ഇനിക്വാലിറ്റീസ് having limited number of access to societal resources and hence remains in depression and marginalized. ഒരു ദളിത് ആയിട്ടുള്ള വ്യക്തി എന്താണ് സ്ട്രക്ചറൽ ഇനിക്വാലിറ്റി സൊസൈറ്റിയിൽ ഫേസ് ചെയ്യാണ്. എന്താണ് സ്ട്രക്ചറൽ ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിയിലായിരിക്കും, എഡ്യൂക്കേഷനിലായിരിക്കും അല്ലെ, സൊസൈറ്റിയുടെ സ്ട്രക്ചറിൽ വരുന്ന ഇനിക്വാലിറ്റീസ് എന്തൊക്കെയായിരിക്കും. ദളിതിന് എന്തുണ്ടാവില്ല, വേണ്ട രീതിയിൽ എഡ്യൂക്കേഷനിലുള്ള റിസോഴ്സസ് ആക്സസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹെൽത്തിലോട്ടുള്ള ആക്സസ് ഉണ്ടാവില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇനിക്വാലിറ്റി ആണ് അല്ലെ. അതെന്താണ്, അവരെ മാർജിനലൈസ് ചെയ്യപ്പെടാൻ കാരണമാകുന്നുണ്ട്. അപ്പം ഓപ്ഷൻ എ നോക്കുക. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആളുകൾ മുഴുവനും കൈയടക്കി വെച്ചിരിക്കുകയാണ്, സൊസൈറ്റിയിൽ എല്ലാ റിസോഴ്സും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോഷ്യൽ ഇനിക്വാലിറ്റിക്ക് കറക്റ്റ് ഡെഫിനേഷൻ ആണ് അത് അല്ലെ, ഇനിക്വാലിറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുള്ള റീസൺ എന്തായിരിക്കും, റീസൺ എന്താണ്, പറഞ്ഞുള്ളത് പോലെ തന്നെയാണ്. ദളിത്സ് പോലെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, വേണ്ട രീതിയിലുള്ള ആക്സസ് ഒന്നിലോട്ട് കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ അല്ലെ എന്താണ് അസേഷനും കറക്റ്റ് ആണ്, റീസണിങ്ങും കറക്റ്റ് ആണ്. അപ്പൊ നോക്ക്, ഇതിൽ നോക്ക് എന്താണ് ബോത്ത് അല്ലെ, ബോത്ത് ആർ കറക്റ്റ് ആണ്. അതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് എന്ത് കൊടുത്തിട്ടുള്ളത്, റീസണിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഓപ്ഷൻ എന്താണ് ഇതില്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ അനലൈസ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ ഇനിക്വാലിറ്റി. അപ്പൊ ഇനിക്വാലിറ്റി ബേസ് ചെയ്തിട്ട്, ഇനിക്വാലിറ്റി ആസ് എൻ അംബർല ഞാൻ പഠിച്ചു നോക്കി. ഇനിക്വാലിറ്റി ബേസ് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള 2-3 കാര്യങ്ങൾ എന്താണ്, ഇനിക്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ലോസ്, ആർട്ടിക്കിൾസ്, സ്കീം, ഇതൊക്കെ പഠിച്ചു നോക്കുക. അപ്പൊ ഇനിക്വാലിറ്റി ബേസ് ചെയ്തിട്ട് വരുന്നതാണ് എന്ത്, നിങ്ങൾക്ക് വരുന്നതാണ് എന്തായിരിക്കും, ജസ്റ്റ് യെസ് അല്ലെ, ഇനിക്വാലിറ്റി ബേസ് ചെയ്തിരുന്നതാണ് ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലെ. ആർട്ടിക്കിൾ 15, നോട്ട് ഡിസ്ക്രിമിനേഷൻ, എന്തിന്റെ പേരില്, കാസ്റ്റിന്റെയും റേസിന്റെയും റിലീജിയന്റെയും പ്ലേസ് ഓഫ് ബർത്തിന്റെയും സെക്സിന്റെയും പേരിലൊന്നും എന്ത് പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 16, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് അല്ലെ, പബ്ലിക് എംപ്ലോയ്മെന്റ്. അതിലും എന്താണ് ആളുകൾക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിൽ, ഗവൺമെന്റ് ജോബിലൊക്കെ എന്ത് വേണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 17 നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പൊ എന്തായി, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇനിക്വാലിറ്റി പഠിച്ചു അല്ലെ. എന്താണ് ഈ സോഷ്യൽ ഇനിക്വാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കി. ഇനിക്വാലിറ്റി ബേസ് ചെയ്ത് വരുന്ന എത്ര ലോസ്, എത്ര ആർട്ടിക്കിൾസ് പഠിച്ചു, 4 എണ്ണം അല്ലെ, 4 എണ്ണം പഠിച്ചു. ഇതിന്റെ കൂടെ ആർട്ടിക്കിൾ 18 കൂടി ഉണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 18 കൂടി പഠിക്കുക. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. എന്താണ് ടൈറ്റിൽസ് യൂസ് ചെയ്യുന്നത്, അതായത് എന്താണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും പഴയ രാജാക്കന്മാരുടെ പേരിലൊക്കെ എന്താണ്, ഫോർ എക്സാമ്പിൾ ചിത്രത്തെ പെരുന്നാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല ഒരുപാട് ടൈറ്റിൽസ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്, അതൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ എന്താ ആർട്ടിക്കിൾ 18 കൂടി പഠിച്ചു നോക്കുക. അപ്പൊ നമ്മൾ എന്തായി, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് സോഷ്യൽ ഇനിക്വാലിറ്റി എന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 മനസ്സിലാക്കി, 15 മനസ്സിലാക്കി, അതുപോലെ 16, 17, 18 ടോട്ടൽ 6 കൺസെപ്റ്റുകൾ എന്താ ഇപ്പൊ തന്നെ പഠിച്ചു അല്ലെ. ഇനിക്വാലിറ്റി ബേസ്ഡ് 5 ആർട്ടിക്കിൾസ് പഠിച്ചു. എന്താണ് ഇനിക്വാലിറ്റീസ് എന്ന് പഠിച്ചു. അപ്പൊ 6 എണ്ണം പഠിച്ചു. അടുത്ത് നോക്കുക ദളിത് അല്ലെ, ഇതിൽ ചോദിക്കുന്നത് ദളിത്. അപ്പൊ എന്താണ് ദളിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നോക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്താണ് ആർട്ടിക്കിൾ 46 നോക്കുക. എന്താണ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്, ആരുടെ, SC യുടെ
അവരുടെ എന്താണ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതെന്ത് ചെയ്യുക? അതിനെ പ്രൊമോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 46 മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? SC ദളിത്തിനെ ഹരിജൻസ് എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദളിത്സിനെ ഹരിജൻസ് എന്ന് വിളിക്കുന്നത് ഗാന്ധിജിയാണ്. പിന്നെ ദളിത്സുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ലോ ആണ് എന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. 1955 എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ? അപ്പൊ അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 ആണ്. അതിന്റെ എന്താണ്? അത് നിരോധിക്കുന്ന ആക്ട് ഏതാണ്? 1955 വന്ന പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1989 പിന്നീട് അതെന്താണ് ഒരുപാട് തവണ എന്തായിട്ടുണ്ട് എനാക്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ എത്ര പോയിന്റ്സുകൾ പഠിച്ചു? ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ദളിത്സ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ 4 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാണ് 4 പോയിന്റ്? ആർട്ടിക്കിൾ 46 എന്താന്ന് മനസ്സിലാക്കി, അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്താന്ന് മനസ്സിലാക്കി, SC/ST പ്രിവെൻഷൻ ആക്ട് മനസ്സിലാക്കി അല്ലെ? അതുപോലെ തന്നെ ഗാന്ധിജിയാണ് ഹരിജൻസ് എന്ന് വിളിച്ചത്. പിന്നെന്താണ്? അവർക്ക് ഒരുപാട് സ്കീമുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്താണ്? പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന, അതുപോലെ നാഷണൽ സഫാരി, എന്താണ് കർമ്മചാരീസ് ഫാമിലി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രോഗ്രാം, അതേപോലെയുള്ള ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ എന്താവുന്നുണ്ട്. SC/ST നമ്മൾ വരും, അതിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യുന്നില്ല. ടോട്ടൽ അല്ലെ ഇക്വാലിറ്റിയിൽ 6 പോയിന്റ് നമ്മൾ കവർ ചെയ്തു. ഇതില് SC എന്ന് പറയുന്നതിൽ ഏകദേശം 4 പോയിന്റ് നമ്മൾ കവർ ചെയ്തു. ടോട്ടല് 10 അല്ലെ? ഇക്വാലിറ്റിയിൽ എത്രണ്ണം കവർ ചെയ്തു? ഇക്വാലിറ്റിയിൽ നമ്മൾ ഏകദേശം 6, മറ്റതില് 4, ഏകദേശം 10 പോയിന്റുകൾ മാത്രം. ഈ ഒരു 3-ല് നമ്മൾ 10 പോയിന്റുകൾ മാത്രം കവർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും എന്താ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക? കണക്ഷൻ ചെയ്ത് പഠിച്ചു വെക്കുക. അടുത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു എമംഗ് ദി ഫോളോവിങ് എന്താണ് പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ്? ആരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ പലപ്പോഴും ഈ പേരുകളൊക്കെ ആദ്യമായിട്ടാവും കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് എന്താണ്, നമ്മൾ ഒരു സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, നമ്മളെ സോഷ്യൽ വർക്കിൽ BSW കഴിയാത്ത ആളുകൾക്ക് തിയറീസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പരിചിതമായിരിക്കില്ല. അപ്പൊ എന്താണ്, നിങ്ങളൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, പോളോ ഫ്രിയർ അല്ലേ? പോളോ ഫ്രിയർ ആണ് ഇതിന്റെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. പുള്ളി പറഞ്ഞ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ഒരു ബ്രസീൽ എന്താണ് ഫിലോസഫർ, ഒരു സ്കോളറും സയന്റിസ്റ്റും ഒക്കെ ആയിരുന്നു പുള്ളി. അപ്പം പുള്ളിയാണ് ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് ഒക്കെ പറയുന്നത്. അതായത് ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം ഉണ്ടായാലേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, അവരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ആളുകൾ അവയർനെസ് ആവുള്ളൂ. അവർ നേരിടുന്ന ഇൻജസ്റ്റിസിനെതിരെ ആളുകൾ അവെയർ ആവുള്ളൂ. ആളുകൾ എന്താണ്, മുതലാളിമാരും രാഷ്ട്രീയക്കാരും ആളുകളെ ചൂഷണം ചെയ്യാണ്, അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെയുള്ളതിന് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മള് ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് എന്താന്ന് മനസ്സിലാക്കുക. അത് ആര് പറഞ്ഞതാണ്? പോൾ ഫ്രെയറ പറഞ്ഞാണ്. പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് ആരുതാണ്? പോൾ ഫ്രെയറയുടേതാണ്. അപ്പൊ ഇത്രക്ക് 2 പോയിന്റ് നമ്മൾ ഇപ്പൊ തന്നെ കവർ ചെയ്തു അല്ലെ? ക്രിട്ടിക്കൽ കോൺഷ്യസ്നും പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡും ആരുതാണ്? പോൾ ഫ്രെയർ. 2 പോയിന്റ് നമ്മൾ ഇപ്പൊ തന്നെ കവർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ആളുകൾ നോക്കുക. ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ള ആളുകൾ ആരാണ്? ഗെയിൽ ലോംബാർഡ്. പുള്ളിക്കാരത്തി ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഒരു അമേരിക്കൻ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു വേണം പറയാൻ. പുള്ളിക്കാരത്തി എന്താണ്, ഇന്ത്യയിലെ ഒരുപാട് സ്ത്രീ സമരങ്ങളെ കുറിച്ചും, അതുപോലെ ദളിത് സമരങ്ങളെ കുറിച്ചും, മാർജിനലൈസ്ഡ് ആയപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഗെയിൽ ലോംബാർഡ്. പുള്ളിക്കാരുടെ ഒരു മെയിൻ ആയിട്ടുള്ള വർക്കാണ് നമ്മൾ എന്തായിട്ടുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദളിത്സ് ആൻഡ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ, ഡോക്ടർ അംബേദ്കർ, ദി ദളിത് മൂവ്മെന്റ് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇത് പുള്ളിക്കാരുടെ മെയിൻ ആയിട്ടുള്ള വർക്കാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പുള്ളിക്കാരത്തി ആരാണെന്നും പുള്ളിക്കാരത്തി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ എത്ര കാര്യങ്ങളായി? ഇപ്പൊ 3 അല്ലേ? 3 കാര്യം പഠിച്ചു. അടുത്ത് നോക്കുക, ഹാൻസ് റോസ്ലിംഗ് ആരാ നോക്കുക. പുള്ളിക്കാരന്റെ ഒരു വർക്കായിരുന്നു ഫാക്ട്ഫുൾനെസ്, ദി റീസൺസ് വി ആർ റോങ് അബൌട്ട് ദി വേൾഡ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് പുള്ളിക്കാരന്റെ വർക്കാണെന്നുള്ളത്. അടുത്തതാണ് ജാൻ ഫൂക്കിന്റെ ഇമ്പോർട്ടന്റ് ആണെന്ന് എന്താണ് നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു നെറ്റ് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. എന്താണ് സോഷ്യൽ വർക്ക്, എ ക്രിറ്റിക്കൽ അപ്രോച്ച് ടു പ്രാക്ടീസ്. എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ടോട്ടൽ എത്രയായി? 5 കാര്യങ്ങൾ അല്ലെ? 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്.
ഏതൊക്കെയാണ്? പോൾ ഫെറേറയുടെ പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡും, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ്സും, അതുപോലെ ദളിതിന്റെ ഗെയിൽ ലൊംബേർഡിന്റെ അല്ലെ വർക്ക് എന്താന്ന് പഠിച്ചു. അതേപോലെ ഹാൻസ് റോസ്ലിങ്ങിന്റെയും ജാൻ ഫൂക്കിന്റെയും കാര്യങ്ങൾ പഠിച്ചു. എന്ത് ചെയ്യാ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ക്വസ്റ്റ്യൻസ് തരുന്നത് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസിലോട്ട് ഞാൻ പറയുന്നതിലോട്ട് വരാൻ. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്ത പോയിന്റുകൾ അല്ലെ എന്താ നമുക്ക് അറിയണം. എന്താണ് റെമിറ്റൻസ് എന്നും, എന്താണ് പുൾ ഫാക്ടർ, പുഷ് ഫാക്ടർ, മൈഗ്രേഷൻ സ്ട്രീം, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയിലോട്ട് പോവാം കേട്ടോ. ഓപ്ഷൻ എയിലോട്ട് പോകുമ്പോൾ എന്താണ്? റെമിറ്റൻസ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം അയക്കുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് പറയാ സിമ്പിൾ ആയിട്ട്. അതാരാണ് പണം അയക്കുക? പ്രവാസികള്, നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയ ആളുകള്, ഇപ്പൊ ഗൾഫിലോട്ടോ യൂറോപ്പിലോട്ടോ പോയിട്ടുള്ള ആളുകള്, അവര് നമ്മുടെ നാട്ടിലോട്ട് പണം അയക്കുന്നതിനെയാണ് എന്ത് പറയാ? റെമിറ്റൻസ് എന്ന് പറയാ. എന്താണ് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് നമ്മുടെ നാട്ടിലോട്ട് പണം അയക്കുന്നതിനാണ് റെമിറ്റൻസ് എന്ന് പറയാം. അപ്പൊ എന്താണ് റെമിറ്റൻസ് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ പോയിന്റ് അല്ലെ, റെമിറ്റൻസ് എന്താന്ന് മനസ്സിലാക്കി. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് നോക്കുക. റെമിറ്റൻസ് ഈസ് ഓൾ ക്യാഷ്. യെസ്, കറക്റ്റ് ആണ് അല്ലെ, ക്യാഷ് ആണ്. കൈൻഡ്സ് ബൈ മൈഗ്രൻസ്. ആരാണ് മൈഗ്രൻസ്? ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുള്ള അല്ലെ, കുടിയേറി പോയിട്ടുള്ള ആളുകളാണ് അത് അയക്കുക. അതും കറക്റ്റ് ആണ്. ടു ദെയർ ഒറിജിൻ പ്ലേസ് അല്ലെ, അവരുടെ നാട്ടിലോട്ടാണ് അയക്കുക. അപ്പൊ എന്താണ് ഇത്? കറക്റ്റ് ആണ് അല്ലെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്ന് കിട്ടി, ഒന്ന് കറക്റ്റ് ആണ് മനസ്സിലായി. അടുത്തത് നോക്കുക. അടുത്തത് റീസൺ ദാറ്റ് കോസ് പീപ്പിൾ ടു ലീവ് ദെയർ പ്ലേസ് ഓഫ് റെസിഡൻസ് ഒറിജിൻ ആർ കോൾഡ് പുൾ ഫാക്ടേഴ്സ്. നമ്മൾ നാട് വിട്ടു പോകാൻ ആളുകള് കാരണമാകുന്നത്, അതായത് നമ്മുടെ നാട് വിട്ടുപോകാൻ ആളുകള് കാരണമാകുന്നത് പുൾ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട് വിട്ടുപോകുന്ന ആളുകൾ എന്തൊക്കെയായിരിക്കും കാരണം? അതിനാദ്യം നമ്മൾ പുൾ ഫാക്ടറും പുഷ് ഫാക്ടറും എന്താന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ എന്താണ് പുൾ ഫാക്ടർ എന്നും എന്താണ് പുഷ് ഫാക്ടർ എന്നും നമുക്ക് മനസ്സിലാക്കണം. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഗൾഫ് കൺട്രീസിലോട്ട് യു എ നോക്കിയാൽ യു എയിൽ ഒരുപാട് എന്താണ് സൗകര്യങ്ങളുണ്ട്. നല്ല തൊഴിലവസരങ്ങൾ, നല്ല ജീവിത രീതി, ഉയർന്ന ജീവിത നിലവാരം അല്ലെ, നല്ല ബെറ്റർ ഹെൽത്ത്, എല്ലാ കാര്യങ്ങളെ കൊണ്ടും വലിയ നല്ല രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ അതൊരു പുൾ ഫാക്ടറാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യണം അങ്ങോട്ട്. ആളുകൾ എന്ത് ചെയ്യാണ്? നമ്മളെ അട്രാക്ട് ചെയ്യണം. അവിടെ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. അത് പുൾ ഫാക്ടറാണ്. നമ്മളെ അട്രാക്ട് ചെയ്ത് വലിക്കുന്ന കാര്യങ്ങളാണ് അങ്ങോട്ട്. അതാണ് പുൾ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മീൻസ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യ. ഫോർ എക്സാമ്പിൾ എന്താണ്? തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, യുദ്ധം, ഡിസാസ്റ്റർ അല്ലെ, എന്തൊക്കെയായിരിക്കും? നാച്ചുറൽ ഡിസാസ്റ്റർ, വാറ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ ഇവിടുന്ന് പുഷ് ചെയ്യാണ്, എങ്ങോട്ട്? പുറത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞത് പുഷ് ചെയ്യപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് പുഷ് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. എന്താണ് പുഷ് ഫാക്ടർ എന്നും എന്താണ് പുൾ ഫാക്ടർ എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കിയ ഈ ക്വസ്റ്റ്യൻ നോക്കിയ ഓപ്ഷൻ ബി നോക്കുക. ദി റീസൺ ദാറ്റ് കോസ് പീപ്പിൾ ടു ലീവ് ദെയർ പ്ലേസ് ഓഫ് റെസിഡൻസ് ആർ കോൾഡ്. ആളുകള് നമ്മുടെ നാട് വിട്ടു പോകാനുള്ള കാരണം പുൾ ഫാക്ടർ എന്നാണ് പറയുന്നത്. എന്താണ് നോക്കുക, അത് ആണോ? ആളുകൾ നമ്മുടെ നാട് വിട്ടു പോകാൻ അങ്ങനെ നമ്മുടെ നാട് അങ്ങനെ വിട്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. പുൾ ഫാക്ടർ ഇവിടെ ശരിക്കും എന്താണ്? പുഷ് ഫാക്ടർ ആണ് വരേണ്ടത് ഇല്ലേ. ആളുകൾ നാട് വിട്ടു പോകാനുള്ള കാരണമായിട്ട് വരേണ്ടത് എന്താണ്? പുഷ് ഫാക്ടറാണ്. നാട്ടിൽ നല്ല ജോലിയില്ല, പ്രശ്നങ്ങളാണ്, എന്താണ് യുദ്ധം അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ഇവിടെ എന്താണ് എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകും. അപ്പൊ ഇവിടെ എന്താണ്? പുഷ് ഫാക്ടർ ആണ് ശരിക്കും വരേണ്ടത് അല്ലെ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾ നാട് വിട്ടു പോകാൻ കാരണം പുൾ ഫാക്ടർ ഒന്നുമില്ല. പക്ഷെ ആളുകൾ നാട് വിടണമെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ നാട് വിട്ടു പോവുക. അപ്പൊ എന്താണ്? ഇവിടെ പുഷ് ഫാക്ടർ ആണ് വരിക. അടുത്ത് നോക്കുക രണ്ടാമത്തെ ഇനിയുള്ള ഓപ്ഷൻ നോക്ക് കേട്ടോ. അതിന് മുന്നേ ഓപ്ഷൻ ഡിയിലോട്ട് വരിക. ഓപ്ഷൻ ഡിയിൽ എന്താണ് പറയുന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് അട്രാക്ട് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പ്ലേസസ് ആർ പുഷ് ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടർ ആണ് അവിടെ വരുന്നത്. ആളുകളെ ഒരു രാജ്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് വായോ എന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ജോലി തരാം, ബെറ്റർ ഹെൽത്ത്, എഡ്യൂക്കേഷന്, എല്ലാ സിസ്റ്റവും തരാം. ആളുകളെ അങ്ങോട്ട് വലിക്കുന്നത് എന്താണ്? പുൾ ഫാക്ടർ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുൾ ഫാക്ടർ ആണ് വരിക. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ പുൾ ഫാക്ടർ ആണ് വരിക. എന്താണ്? പുഷ് ഫാക്ടർ അല്ല,
പുൾ ഫാക്ടർ ആണ് ഇവിടെ വരിക. അപ്പൊ ഇത് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. അപ്പൊ എന്താണ് പുൾ ഫാക്ടറും പുഷ് ഫാക്ടറും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ എന്താണ് ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സി എന്താണ്? മാരേജ് ഈസ് ദ ഓൺലി റീസൺ ഓഫ് മൈഗ്രേഷൻ ഓഫ് വുമൺ ഇൻ ഇന്ത്യ. കല്യാണം കഴിക്കുന്നത് മാത്രമാണ് സ്ത്രീകൾ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യാൻ ഉള്ള കാരണമാണോ? കല്യാണം കഴിക്കുന്നതിലൂടെയാണോ സ്ത്രീകൾ എന്താണ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? അല്ലേ, കല്യാണം ഒന്നും ഇല്ല. എന്തൊക്കെ റീസൺസ് വരാം ആളുകൾ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നതിനുള്ള റീസണ്? ബെറ്റർ അല്ലെ, ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവര് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്ത് പോയിട്ട് പഠിക്കുന്നവരുണ്ട്. ഡൽഹിയിലും ബാംഗ്ലൂർ അവിടെയൊക്കെ ആയിട്ട് പല യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ എന്താണ് നല്ല ജോബിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും സ്ത്രീകൾ പോകുക. അല്ല മാരേജിന് വേണ്ടി മാത്രമൊന്നുമല്ല. പക്ഷെ ഓപ്ഷൻ എന്താണ്? സി എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. പിന്നെന്താണ് അവസാനത്ത് നോക്കുക, ഓപ്ഷൻ ഇ നോക്കുക. ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് മൈഗ്രേഷൻ സ്ട്രീമാണ്. എന്താണ് മൈഗ്രേഷൻ സ്ട്രീം? മൈഗ്രേഷൻ സ്ട്രീം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ആൻസറിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മൈഗ്രേഷൻ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിലുള്ള ആളുകള് ഒരു കൂട്ടമായിട്ട് അല്ലെ, ഒരു നാട്ടിലുള്ള ആളുകൾ മൊത്തത്തിൽ ഒരു കൂട്ടമായിട്ട് അവർ വേറെ നാട്ടിലോട്ട് കുടിയേറുകയാണ്. ഫോർ എക്സാമ്പിൾ മലയാളീസ് മൊത്തം എന്താണ് ദുബൈയിലോട്ട് മാറുകയാണ്. അവരുടെ എന്താണ് ഒറിജിനും സെയിം സ്ഥലമാണ്. മലയാളീസ് മൊത്തം കേരളത്തിൽ നിന്നുള്ളതാണ്. അവരെല്ലാവരും പോകുന്ന സ്ഥലം, അവരുടെ ഡെസ്റ്റിനേഷനും എന്താണ്? UAE ആണ്, ഗൾഫിലോട്ടാണ് പോകുന്നത്. അതിനെയാണ് മൈഗ്രേഷൻ സ്ട്രീം എന്ന് പറയുക. ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടം ആളുകൾ മറ്റൊരു സ്ഥലത്തിലോട്ട് കുടിയേറുന്നതിനെയാണ് മൈഗ്രേഷൻ സ്ട്രീം എന്ന് പറയാ. അപ്പൊ എന്താണ് നമുക്ക് മൈഗ്രേഷൻ സ്ട്രീം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത് നോക്കുക. മൈഗ്രേഷൻ സ്ട്രീം റിഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് മൈഗ്രൻസ് അല്ലെ, ഒരു കൂട്ടം മൈഗ്രൻസ് എന്താവുന്നത് എവിടുന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒറിജിൻ അല്ലെ, കേരളത്തിൽ നിന്ന് അവരെല്ലാരും കൂടി എങ്ങോട്ട് പോകുന്നത്? ദുബൈയിലോട്ട് കുടിയേറുന്നത്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ബംഗാളികൾ മൊത്തം അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇല്ലേ കുടിയേറുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? മൈഗ്രേഷൻ സ്ട്രീം എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? റെമിറ്റൻസ് കറക്റ്റ് ആണ്. അതേപോലെ ഓപ്ഷൻ എന്താണ്? ഇയും കറക്റ്റ് ആണ് അല്ലെ. അപ്പം എയും സിയും ആണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? റെമിറ്റൻസ് എന്താന്ന് പഠിച്ചു, അതുപോലെ പുൾ ഫാക്ടർ പഠിച്ചു, പുഷ് ഫാക്ടർ പഠിച്ചു, മൈഗ്രേഷൻ സ്ട്രീം പഠിച്ചു, എന്താണ് മൈഗ്രേഷനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ്, സ്ത്രീകൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള റീസൺസ് പഠിച്ചു അല്ലെ. 5 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തായി കവർ ചെയ്ത് പോയി. അപ്പൊ ഈ എന്താണ് ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ചെയ്യാ, നമുക്കൊന്നുകൂടി നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാട്രിലോക്ക് അല്ലെ, എന്താണ്? മാച്ച് ദി ഫോളോവിങ് ആണ്. മാരേജ്, ടൈപ്പ് ഓഫ് ഫാമിലി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ 1-2 പ്രാവശ്യം ഇത് കൺഫ്യൂസ്ഡ് ആവാതെക്കാൻ ഈ മാട്രിലോക്കൽ, മാട്രിലീനിയൽ, പാട്രിലോക്കൽ ഇത് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആക്കാൻ 2-3 തവണ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കൂല ഈ കാര്യങ്ങളിൽ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് എന്താണെന്ന് നമുക്ക് നോക്കും അല്ലെ. എന്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്നവർ നോക്കുക, പോസ് ചെയ്തിട്ട് നോക്കുക. ഞാൻ നേരെ എന്ത് ചെയ്യുക ആൻസറിലോട്ട് പോകും. എന്താണ് മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ? എന്താണ് മാട്രിലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നതിനെയാണ് മാട്രിലോക്കൽ എന്ന് പറയാം. സ്ത്രീയുടെ ഭാഗത്ത് പോയിട്ട് താമസിക്കുന്നതിനാണ് മാട്രിലോക്കൽ എന്ന് പറയാം. അപ്പൊ ഇതിൽ നോക്കുക, ഇതിൽ ഏതാണ് അത് ഓപ്ഷൻ ആയിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻ 2 ആണ്. A2 വരുന്നത് അല്ലെ. യെസ്, A2 വരുന്നത്. എന്താണ്? കല്യാണം കഴിഞ്ഞ ആളുകൾ, ന്യൂലി മാരീഡ് കപ്പിൾ സ്റ്റേസ് വിത്ത് വിമൻസ് ഫാമിലി. കല്യാണം കഴിഞ്ഞിട്ട് നേരെ സ്ത്രീകളുടെ നാട്ടിൽ പോയിട്ട് നിൽക്കുക. നമ്മുടെ നാട്ടില് കണ്ണൂരൊക്കെ ഉള്ള പോലെയുള്ള സമ്പ്രദായം അല്ലെ. കല്യാണം കഴിഞ്ഞിട്ട് ചെക്കന് എന്ത് ചെയ്യാം, സ്ത്രീകളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിനെയാണ് മാട്രിലോക്കൽ എന്ന് പറയാ. അപ്പൊ എന്താ ചെയ്യും, ഇവിടെ പാട്രി ലോക്കൽ ഉണ്ട് കേട്ടോ. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ ഓപ്പോസിറ്റ്. കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീ എവിടെ പോകുന്നത്? പുരുഷന്റെ വീട്ടിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ പാട്രി ലോക്കൽ എന്ന് പറയാം. അപ്പൊ എന്താ 2 കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. എന്താണ് മാട്രി ലോക്കൽ എന്നും എന്താണ് പാട്രി ലോക്കൽ എന്നും മനസ്സിലാക്കി. അടുത്തതായിട്ട് നോക്കുക, മോണോഗമി. മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സിമ്പിള്, ഒരാൾക്ക് ഒരു പാർട്ട്ണറേ ഉള്ളൂ, അതിനാണ് മോണോഗമി എന്ന് പറയാം അല്ലെ. എന്താണ് ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ 4 ആണ് മോണോഗമി അല്ലെ. ഓപ്ഷൻ 4. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1, പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഓർത്ത് വെക്കുക, മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താവണം? 1 ആയിരിക്കും ഉണ്ടാവുക. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, അപ്പൊ മോണോഗമി. അപ്പൊ എന്താണ് പോളിഗമി വരുന്നത് അല്ലെ. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു സ്പോസിന് എന്താണ് ഒരാൾക്ക് ഒന്നിലധികം
എന്താണ് പാർട്ട്നേഴ്സ് ഉണ്ടാവുക. സ്ത്രീയാവും പുരുഷനാവാം, ഒന്നിലധികം പാർട്ട്നേഴ്സിനെ പോളിഗമി എന്ന് പറയാം. പിന്നെ പോളിജീനി വരുന്നുണ്ട്, പോളി ആൻഡ്രി വരുന്നുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുന്ന, ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീ വരുന്നുണ്ട്, ഭാര്യമാരുണ്ടാകുന്നു. അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു പോകും. അപ്പൊ എന്താണ് ഒറ്റടി പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. സോ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു പാർട്ണർ ഉണ്ടാകുന്നതിനാണ് മോണോഗമി എന്ന് പറയാം. അടുത്ത് നോക്കുക, സി എന്തിലോട്ടാണ് പോകുന്നത്? മാട്രിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? മാതാവിന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ എന്തില് കുലത്തില് ഫാമിലീസ് അറിയപ്പെടുന്നത്, അതിനെയാണ് എന്ത് പറയാ? മാട്രിലീനിയൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളെ ലീനേജ് അറിയപ്പെടുന്നത് നമ്മളെ എന്താണ് നമ്മുടെ അമ്മമാരുടെ മദേഴ്സിന്റെ ഇതിലൂടെ ആയിരിക്കും എന്താണ് ലീനേജ് അറിയപ്പെടുക, ഗോത്രങ്ങൾ അറിയപ്പെടുന്നുണ്ടാവും ചില സ്ഥലത്ത്. ഫോർ എക്സാമ്പിൾ അച്ഛന്റെ പേര് ചേർക്കുന്നതിന് പകരം അമ്മന്റെ പേരായിരിക്കും എന്താണ് കൂടെ ചേർത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ഫാമിലി മൊത്തം അല്ലെ ആ ഒരു സ്ത്രീയുടെ ഇതിലൂടെ ആയിരിക്കും, സ്ത്രീകളായിരിക്കും ആ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ്, അതുപോലെ ഇതിലൂടെ ആവും ആ കുല അറിയപ്പെടുന്നുണ്ടാവുക. അതിനെയാണ് എന്താ പറയുക? മാട്രിലീനിയൽ. പാട്രിലീനിയൽ വരുന്നുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആണ്. അച്ഛന്മാരുടെ ഇതിലൂടെ എന്താ ലീനേജ് അറിയപ്പെടുന്നത്, നമ്മളെ കുലം അച്ഛന്മാരുടെ ഇതിലൂടെ അറിയപ്പെടുന്നതിനാണ് പാട്രിലീനിയൽ എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാട്രിലീനിയലും പാട്രിലീനിയലും എന്താ നോക്കില്ലേ? അടുത്ത് നോക്കുക മാട്രിയാർക്കൽ. എന്താണ് മാട്രിയാർക്കൽ എന്ന് പറഞ്ഞാല്? മാട്രിയാർക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? മാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആധിപത്യം, സ്ത്രീകൾ ഭരിക്കുന്ന ഫാമിലിയാണ് മാട്രിയാർക്കൽ എന്ന് പറയാം. എന്താണ്? വുമൺ എക്സൈസ് അതോറിറ്റി ഓൺ ഡൊമിനന്റ്. സ്ത്രീകളായിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, കാരണവരായിട്ട് സ്ത്രീകളായിരിക്കും നിൽക്കുന്നുണ്ട്. അതിനാണ് മാട്രിയാർക്കൽ എന്ന് പറയാം. അപ്പൊ നേരെ ഓപ്പോസിറ്റ് പാട്രിയാർക്കൽ വരും അല്ലെ? പാട്രിയാർക്കലിൽ പുരുഷനായിരിക്കും ആധിപത്യം ഉണ്ടാവുക, പുരുഷനായിരിക്കും അവിടെ ഫാമിലി എന്താവുന്നത്, ഭരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്? ഓരോന്ന് നോക്കിയപ്പോൾ ഐഡന്റിച്ച പോയിന്റ് വെച്ച് പഠിച്ചു അല്ലെ? മാട്രിലോക്കൽ പഠിച്ചപ്പോൾ പാട്രിലോക്കൽ നോക്കി. അപ്പൊ രണ്ടെണ്ണം മോണോഗമി, എൻഡോഗമി, അതേപോലെ തന്നെ എന്താണ് മോണോഗമി ആൻഡ് പോളിഗമി അല്ലെ? അങ്ങനെ രണ്ടെണ്ണം പഠിച്ചു. പിന്നെ മാട്രിലീനിയൽ, പാട്രിലീനിയൽ പഠിച്ചു. മാട്രിയാർക്കൽ ആൻഡ് പാട്രിയാർക്കൽ പഠിച്ചു. നമ്മള് കൺഫ്യൂഷൻ ആവാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ്സിൽ എന്തായിരിക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ SWCയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CUT എൻട്രൻസിന് നിങ്ങൾ MSWന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ എന്താണ് MSWക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ടീമാണ്. അപ്പൊ എന്താ ചെയ്യുക? നമ്മളെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോഴ്സിലോട്ട് നിലവിൽ നിങ്ങളൊരു ചെറിയൊരു എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നമ്മളെ കോഴ്സിലോട്ട് എന്താ എൻട്രൻസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? ദി ബുക്ക് ഹ്യൂമൻ നാച്ചർ ആൻഡ് സോഷ്യൽ ഓർഡർ വാസ് റിട്ടൺ ബൈ ആരാണ്? സോഷ്യോളജിക്കാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, സൈക്കോളജിക്കാർക്കും ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതാണ്, ക്വസ്റ്റ്യൻ ആണത്. ആരാണ്? യെസ്, CH കൂലിയാണ് അല്ലെ? CH കൂലിയാണ് എന്താണ് ഇതിനുള്ള ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. CH കൂലിയാണ്. CH കൂലിയുടേതാണ് എന്താണ് നിങ്ങൾ എഴുതി വെക്കുക. CH കൂലിയുടേതാണ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി. ഇപ്പം തന്നെ എഴുതി വെക്കട്ടോ, ഞാനിതിൽ ഇതിൽ കൊടുത്തിട്ടില്ല. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിയറി ആരതാണ്? CH കൂലിയുടേതാണ്. മീൻസ് നമ്മൾ തിയറീസ് വരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും? പഠിക്കും. നമുക്ക് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ തിയറി പഠിക്കുന്നതായിരിക്കും CH കൂലിയുടേത്. അപ്പൊ എന്താണ്? CH കൂലിയാണ് ഈ ബുക്ക് ഹ്യൂമൻ നാച്ചർ ആൻഡ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ആളുകൾ നോക്കുക നമ്മള്. അപ്പൊ എന്താണ് നമ്മൾ CH കൂലിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ജിയോ എന്താണ് അല്ലെ? ഡിവൈഡ് നോക്കുക. പുള്ളി ഒരു ഫിലോസഫർ ആയിരുന്നു. പിന്നെ എന്താണ് എഡ്യൂക്കേഷണലിസ്റ്റ് ഒക്കെ ആയിരുന്നു പുള്ളി. പിന്നെ മാക്ലെവർ നോക്കുക. മാക്ലെവറിന്റെ നമ്മൾ പഠിക്കും. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്, സോഷ്യൽ കൺസെപ്റ്റ് വരുമ്പോൾ ഇതിൽ തന്നെ പഠിക്കാനുണ്ട്. സോഷ്യോളജിസ്റ്റ് ആണ്. എന്താണ് പുള്ളിയുടെ പൊളിറ്റിക്കൽ തിയറി, അതേപോലെ സോഷ്യൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ്. ഹെർബർട്ട് സ്പെൻസർ സോഷ്യോളജിസ്റ്റ് ആണ്. സോഷ്യൽ ട്രാവലിസം നമ്മൾ തിയറീസിൽ, അതായത് സോഷ്യൽ എവല്യൂഷൻ പറയുന്ന സമയത്ത്, അതിന്റെ തിയറീസ് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും പുള്ളിനെ കുറിച്ചും. അതെന്താണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്? CH കൂലി തന്നെയാണ്. CH കൂലിയും അദ്ദേഹത്തിന്റെ തിയറി ഒക്കെ എന്ത് ചെയ്താൽ മനസ്സിലാക്കി വെക്കുക. 2-3 പോയിന്റ് നമ്മൾ ഇതിലും പഠിച്ചു അല്ലെ? CH കൂലിയുടെ ബുക്ക് എഴുതിയത് പഠിച്ചു, പുള്ളിയുടെ തിയറി പഠിച്ചു. അതേപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഈ കൺസെപ്റ്റ് ആരൊക്കെയാണ്, ഇവർ ആരൊക്കെയാണെന്നത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നോക്കുക. യെസ്, ദി കൺസെപ്റ്റ് ഓഫ് ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റി ഇൻവോൾവ്സ് ദി പ്രിൻസിപ്പിൾ ഓഫ്. നമുക്ക് ഒരു എന്താണ് നമ്മുടെ സോഷ്യൽ കൺസെപ്റ്റിൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. ഈ കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കൾച്ചർ, സബ് കൾച്ചർ, മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ കൾച്ചർ, കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് വില്യം എഫ് ഒക്ബേണിന്റെ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ എന്താണ് ഈ ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഇതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, ഗിവ് ആൻഡ് പ്രൊവൈഡ് ഉണ്ട്. ഗിവ് ആൻഡ് പ്രൊവൈഡ് ആയിരിക്കും അല്ലല്ലേ? രണ്ടും കൊടുക്കലും അങ്ങനെ വരെ ഉണ്ടാവില്ല. പിന്നെന്താണ് സ്ലാഷ് ആൻഡ് എസ്കേപ്പ് ആവില്ല, അബ്സോർബ് ആൻഡ് ടേക്ക് ആവില്ല. പിന്നെന്താണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലെ? ഇത് ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. ഒരു ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റിക്ക് എന്താണ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒരുപാട് ആളുകള്, പല ഭാഷ, പല സംസ്കാരങ്ങൾ, പല രീതിയിലുള്ള ഫുഡുകൾ, പല അല്ലേ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ കൊടുത്തിട്ടില്ലേ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്താണ് നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വരുന്നു, അവരുടെ കൾച്ചർ നമ്മൾക്ക് കിട്ടില്ല, അവര് നമ്മുടെ കൾച്ചർ അവർക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ ത്രൂ ഔട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് മിക്സ്ഡ് ആയിട്ടുള്ള കൾച്ചർ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരിക്കും അല്ലെ? ത്രൂ ഔട്ട് അതിനെയാണ് എന്താ പറയാ, ആ കൾച്ചർ ഗിവ് ആൻഡ് ടേക്ക്, ട്രാൻസ് കൾച്ചറൽ എന്ന് പറയാം. അപ്പൊ ഈ കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കി നോക്ക്. ട്രാൻസ് കൾച്ചറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കി വെക്കുക. യെസ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യന്, ജോബ് സെക്യൂരിറ്റി വിൽ ഫാൾ അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോവിങ് നീഡ്സ്? ജോബ് സെക്യൂരിറ്റി ഏത് നീഡ്സിന്റെ ഇതിലാണ് ഫോളോ ചെയ്യുക? അപ്പം ഈ നീഡ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക് തന്നെയാണ് അല്ലെ? നീഡ്സ് ആരുടേതാണ്? നീഡ്സ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എഴുതി വെക്കുക. ഹൈറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം മാസ്ലോയുടേതാണ്, നമുക്ക് നീഡ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പം അതിൽ നമുക്കൊരു 5 സ്റ്റേജസ് തന്നിട്ടുണ്ട്. മനുഷ്യന്മാരുടെ ഓരോ നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ്സിലോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ 5 നീഡ്സ് ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് ആയിട്ടുള്ള വാട്ടർ, അതേപോലെ ഫുഡ്, ഇതൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് അല്ലെ, സേഫ്റ്റി നീഡ്സിലോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്സിലോട്ട് പോകുന്നുണ്ട്. പിന്നെ സെൽഫ് എസ്റ്റീമിലോട്ട് പോകുന്നുണ്ട്. പിന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് വരുന്നത്. അപ്പം ആദ്യം നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ സേഫ്റ്റി, കുറച്ച് സേഫ്റ്റി ഒക്കെ കിട്ടി, അത് കഴിഞ്ഞ ശേഷം ആ തിയറി പറയുമ്പോൾ നമ്മൾ പഠിക്കും. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തി ലാസ്റ്റിൽ എത്തുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ, മനുഷ്യന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഒക്കെ കിട്ടുന്നതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അത് തിയറി പഠിക്കാൻ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പം ഇതിൽ ഏതിന്റെ അണ്ടറിലാണ്, അപ്പൊ ഈ 5 സ്റ്റേജ് കൊടുത്തതിൽ ഏതിന്റെ അണ്ടറിലാണ് ജോബ് സെക്യൂരിറ്റി വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആ തിയറി അറിഞ്ഞിരിക്കണം. ഈ തിയറി അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതിൽ ജോബ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. തിയറി അറിയാത്തവർക്ക്, തിയറി അറിയുന്നവർക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? സേഫ്റ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങള് ഈ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്താണ്, ആരുടെ തിയറി ആണെന്നും അതിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് പറയുന്നത്, ആ സ്റ്റേജസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, പുള്ളിയുടെ ബുക്കിന്റെ പേരാണ് എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. ഓക്കെ, ഹൈറാർക്കി നീഡ്സ് ഓഫ് ഹ്യൂമൻ എന്താണ് മോട്ടിവേഷൻ പുള്ളിയുടെ ബുക്കിന്റെ പേരാണ്. അപ്പൊ എന്താ ചെയ്യുക, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. 2 പോയിന്റ് ഇപ്പം തന്നെ പഠിച്ചു. എന്തൊക്കെയാണ് ഈ തിയറി ആരുടേതാണെന്നും പുള്ളിയുടെ തിയറിയിൽ വരുന്ന ഓരോ സ്റ്റേജസിലെ പ്രത്യേകതകളും മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ തിയറി എന്താണ്, ഏത് ബുക്കിലാണ് പുള്ളി എഴുതിയിട്ടുള്ളതെന്നും ഇത് ഏതിലാണ് വന്നിരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അടുത്ത് നോക്കുക. യെസ് 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 വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്ലാൻ? ക്ലാനിന്റെ, ക്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു സബ് ടോപ്പിക് തന്നെയാണ് ക്ലാന്. പൊതുവെ 1-2 ക്വസ്റ്റ്യനെ ഇതിന് ചോദിക്കാറുള്ളൂ, ക്ലാനിന് ചോദിക്കാറുള്ളൂ. പക്ഷെ ക്ലാൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലാൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്മളെ കുഴപ്പിക്കാത്ത രീതിയിലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലാൻ. ക്ലാൻ എന്ന് പറഞ്ഞാൽ ഗോത്രം. ഗോത്രം നമ്മൾ എന്താ പറയാ, അതിന്റെ പ്രത്യേകതകളും അതിന്റെ എങ്ങനെയായിരിക്കും ആ ഗോത്രം ഉണ്ടാകുന്നത്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ക്ലാനിന്റെ പ്രത്യേകത എന്താണ് അതിൽ ചോദിക്കുന്നത്? ക്ലാന്റെ പ്രത്യേകത എന്താണ്? ക്ലാൻ കൺസിസ്റ്റ് ഓഫ് ദി ലീനേജ് ഓഫ് ബോത്ത് ഫാദർ ആൻഡ് മദർ. ലീനേജ്, മദറിന്റെയും ഫാദറിന്റെയും ലീനേജ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന പറയുന്നത്, ഒരുമിച്ച് അതിലുണ്ടാവുന്നതാണ് പറയുന്നത്. എന്താണ്, കറക്റ്റ് ആണോ? ക്ലാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാനിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു കുലം ഉണ്ടായിരിക്കും. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ക്ലാനിന് ഉറപ്പായി ഒരു ഇതുണ്ടാവും. ഒരിക്കൽ ഫാദറിന്റെയോ അല്ലെങ്കിൽ മദറിന്റെയോ, ഫാദറിന്റെയോ മദറിന്റെയോ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും വരുന്നത്. രണ്ടിൽ നിന്നും കൂടി ഒരുമിച്ച് വരില്ല, ഏതെങ്കിലും നിന്നും ഒന്നിൽ നിന്നും മാത്രം. ഒന്നെങ്കിൽ മദറിന്റെ
ഇല്ലേ? ഒരു സ്ത്രീയുടെ ഒരു കുലത്തിലായിരിക്കും ക്ലാൻ അറിയപ്പെടുന്നത്, ഗോത്ര വിഭാഗം അറിയപ്പെടുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പുരുഷന്റെ ഒരു ഇതിലായിരിക്കും എന്തായിരുന്നു ആ ഗോത്ര വിഭാഗം അറിയപ്പെടുന്നുണ്ടാവുക. അപ്പൊ എന്താണ് ഈ രണ്ടിനും ഒരുമിച്ച് വരില്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ എന്താണ്? വിച്ച് ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്താണ് ഇതിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും? എന്താണ്? ഓപ്ഷൻ എ ആണ്. രണ്ടിലും ഒരുമിച്ച് ഒരിക്കലും ക്ലാനിന്റെ ആൻസിസ്റ്റർ, അതായത് പിൻഗാമി, ആ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വരില്ല, അതിൽ ഒന്നിലേ വരുള്ളൂ. പിന്നെയുള്ള ഓപ്ഷൻസ് നോക്കുക. ദി മെമ്പേഴ്സ് ഓഫ് ദി ക്യാൻ ബിലീവ് ഇൻ വൺ ഓർ മോർ കോമൺ ആൻസിസ്റ്റർ. അവർക്ക് എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും അല്ലെ? അതെന്താണ് ക്ലാനിന്റെ പ്രത്യേകതയാണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒന്നോ അതിലധികമോ എന്താണ് ഒരു ആൻസിസ്റ്റർ. ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാല് അവരുടെ പഴയകാല കഥ, ഇന്ന സമയത്ത് ഇന്ന ഒരാളുണ്ടായിരുന്നു അവിടെ, അന്നിന്ന ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും അവർക്ക്. പിന്നെന്താണ്? ക്ലാൻ ഈസ് എ യൂണിലാറ്ററൽ ഗ്രൂപ്പ് അല്ലെ? അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് യൂണിലാറ്ററൽ. അവർക്ക് ഏതെങ്കിലും ഒരു ഇതിലുണ്ടാവും, ഒന്നുകിൽ അമ്മന്റെ ഇതില് അല്ലെങ്കിൽ അച്ഛൻ്റെ ഇതില്, രണ്ടിലും അവർ എന്ത് ചെയ്യില്ല, ഒരുമിച്ച് പോകൂല. അതെന്താണ് യൂണിലാറ്ററൽ, ഒന്നിൽ മാത്രമേ ഉള്ളൂ അവർ. അടുത്തത്, മെമ്പേഴ്സ് ഓഫ് ദി ക്ലാൻ ഡു നോട്ട് മാരി അമംഗ് ദംസെൽവ്സ്. അതായത് ക്ലാനിലുള്ള ആളുകൾക്ക് അവരുടെ ഗോത്രത്തിലുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ പറ്റൂല. എക്സോഗമി വരുന്നില്ല, എൻഡോഗമിയാണ് ക്ലാനിൽ വരുന്നത്. അത് ഓർത്ത് നോക്കുക. ക്ലാനിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് എന്ത്? എക്സോഗമി ക്ലാനിൽ വരുന്നില്ല, എൻഡോഗമിയാണ് ക്ലാനിൽ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെക്കുക. അടുത്തത് യെസ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. യെസ്. അപ്പൊ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നിരിക്കുകയാണ്. ഇതൊരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. യെസ് 12ാമത്തെ ക്വസ്റ്റ്യന് ഇത് എന്ത് ചെയ്യുക? അതിന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, 11ാമത്തെയും 12ാമത്തെയും ക്വസ്റ്റ്യന്റെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. നിലവിൽ നിങ്ങൾ സ്കോളർഷിപ്പ് മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? CUET എൻട്രൻസിന്റെ MSWയുടെ കോച്ചിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.